ഹൈ ഓൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. പ്രധാനപ്പെട്ട കാര്യം നേരെ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാണ്. നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് ഈ വരുന്ന 2-ാം തീയതി, അതായത് നാളെ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് എത്തും. ഫസ്റ്റ് അലോട്ട്മെന്റ് വളരെ പ്രധാനപ്പെട്ട അലോട്ട്മെന്റ് ആണ്. ട്രയൽ പോലെയല്ല. ട്രയൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, അതൊരു ട്രയലാണ്. നമുക്ക് ഒരുപാട് ഇനി വല്ല ഒന്നും, അതായത് അഡ്മിഷൻ കിട്ടുന്നില്ല, നമുക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ റെഡിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാം. പക്ഷേ ട്രയലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്പർ 1, ഒന്നാമത്തെ കാര്യം, ഇനി ഞാൻ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണേ. ഒന്നാമത്തെ കാര്യം, ട്രയൽ അലോട്ട്മെന്റ് എന്തല്ല, ഫസ്റ്റ് അലോട്ട്മെന്റ് എന്താണ്? ഒരു ഒറിജിനൽ അലോട്ട്മെന്റ് ആണ്. ഒന്നാമത്തെ കാര്യം, ഇതെങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റ് എനിക്ക് കിട്ടിയോ ഇല്ലയെന്ന് എങ്ങനെ അറിയാം? അത് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ നമ്മുടെ HSCAP വെബ്സൈറ്റ് കയറുന്നു, നിങ്ങളെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നിന്നുണ്ടാവും ട്രയൽ റിസൾട്ട് ഉണ്ടാവും. ട്രയൽ റിസൾട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ കിട്ടിയോ ഇല്ലേ എന്ന് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. റെഡി? ഇനി നിങ്ങൾക്ക് ഒരു സ്കൂളിൽ കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്കൂൾ നിങ്ങൾ കിട്ടി. ഏതെങ്കിലും ഒരു സ്കൂൾ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ 1 ആദ്യത്തെ കാര്യം, നിങ്ങൾ ആ അലോട്ട്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അലോട്ട്മെന്റ് ലെറ്റർ ഉണ്ടായിരിക്കും. ആ അലോട്ട്മെന്റ് ലെറ്റർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സമയമുണ്ട്, ഒരു ഡേറ്റ് ആൻഡ് സമയം കാണും. മക്കളെ ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ അഡ്മിഷൻ പുറത്താവുക. ഡേറ്റ് ആൻഡ് ടൈം ഉണ്ടായിരിക്കും. ആ ഡേറ്റ് ആൻഡ് ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ സ്കൂളിൽ നിർബന്ധമായും നിങ്ങൾ പോയിരിക്കണം. അയ്യോ ഇത് എനിക്ക് ഇഷ്ടമല്ല, അയ്യോ ഈ സ്കൂളിൽ നിന്ന് എനിക്ക് വേണ്ടത്, എനിക്ക് ഇഷ്ടമില്ലാത്ത സ്കൂൾ, ഇത് ഞാൻ ആഗ്രഹിച്ച സ്കൂൾ, ഞാൻ ചുമ്മാ കൊടുത്താണ് അവിടെ കിട്ടി എന്ന് പറഞ്ഞ് ചുമ്മാ മൈൻഡ് ചെയ്യാതിരുന്നാൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിനെ നിങ്ങൾ പുറത്തായി. അപ്പോൾ റൂൾ നമ്പർ 1, ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾ ആദ്യമായും അവസാനമായും എങ്ങനെയാണ് നിങ്ങളെ മനസ്സിലേക്ക് വേണ്ട ആദ്യത്തെ കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് സ്കൂൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണെങ്കിലും, ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ലെങ്കിലും, ഇഷ്ടമുള്ള സ്കൂൾ ആണെങ്കിലും, ഇഷ്ടമുള്ള സ്കൂൾ അല്ലെങ്കിലും, നിങ്ങൾ നിർബന്ധമായി ആ അലോട്ട്മെന്റ് ലെറ്ററിൽ പറയുന്ന ഡേറ്റ് ആൻഡ് സമയത്തിനുള്ളിൽ നിങ്ങൾ ആ സ്കൂളിൽ പോയിട്ട് ടെമ്പററി ഓർ പെർമനന്റ്, ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ ആഗ്രഹിച്ച ഒരു സ്കൂളല്ല എങ്കിൽ നിങ്ങൾ ടെമ്പററി നിങ്ങൾ അവിടെ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, അതായത് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ തന്നെ നിങ്ങൾ കിട്ടി. നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ തന്നെ കിട്ടിയെങ്കിൽ ഒരു സംശയം വേണ്ട, അവിടെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നിങ്ങൾ ആ സ്കൂളിൽ പെർമനന്റ് ആയി ജോയിൻ ചെയ്യുക മാത്രമേ നിങ്ങൾക്ക് വഴിയുള്ളൂ. റെഡി? അപ്പോൾ ശ്രദ്ധിക്കണം ആദ്യത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പരിപാടിയാണ്. ഇത് നിങ്ങളെ സ്കൂളിൽ കൊടുത്ത ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, 1, 2, 3, 4, 5 നിങ്ങൾ കിട്ടിയ സ്കൂള് ഈ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്ത സ്കൂളാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് വിചാരിക്കാൻ എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ സ്കൂൾ കിട്ടണം, അങ്ങനെയാണ് നിങ്ങൾ താൽക്കാലികമായി നിങ്ങൾ എന്ത് ചെയ്താൽ അവിടെ പോയി ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾ നിർബന്ധമായി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പെർമനന്റ് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു പണി നോക്കാനില്ല, പെർമനന്റ്ലി നിങ്ങൾ ആ സ്കൂളിൽ ജോയിൻ ചെയ്തിരിക്കണം. അപ്പോൾ റെഡി ആണല്ലോ? അപ്പോൾ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ ആ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണം, അഡ്മിഷൻ എടുത്തിരിക്കണം. അഡ്മിഷൻ എടുക്കാതെ മൈൻഡ് ചെയ്യാതിരുന്നാൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിനെ പുറത്താവും. ഈ വർഷം നിങ്ങൾക്ക് പിന്നെ പഠിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ തെറ്റ് നിങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. നിർബന്ധമായും സ്കൂളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇനി റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. അഡ്മിഷൻ എടുക്കാൻ ആദ്യം നിങ്ങൾക്ക് വേണ്ട എന്താണ്? നിങ്ങളുടെ TC വേണം, നിങ്ങളുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ TC വേണം. അതുപോലെ തന്നെ നിങ്ങൾ ബോണസ് പോയിന്റ് സമയത്ത് നിങ്ങൾ ആഡ് ചെയ്ത് കുറേ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ ബോണസ് പോയിന്റിന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് കാണിക്കണം. ഇനി ടൈ ബ്രേക്കേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കയ്യിൽ കരുതുക. നിങ്ങൾ എന്തൊക്കെയാണോ സർട്ടിഫിക്കറ്റ്സ് ടിക്ക് ചെയ്ത കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കയ്യിൽ കരുതുക. ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. റെഡി? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പരിപാടി. എന്ത്? ഈ അഡ്മിഷൻ എടുക്കാൻ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം? സ്കൂളിൽ പോകണം. ടെമ്പററി ഓർ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം. റെഡി? ഇനി അടുത്ത കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഇതിൽ കിട്ടാത്ത കുട്ടികൾ, ഇപ്പോൾ കിട്ടിയ കുട്ടികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി കിട്ടാത്ത കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? കിട്ടാത്ത കുട്ടികൾ ടെൻഷൻ അടിക്കുകയോ ഒന്നും വേണ്ട. കാരണം ഫസ്റ്റ് അലോട്ട്മെന്റ് ഇപ്പോൾ ഒരുപാട് ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടാത്ത കുട്ടികൾക്ക് ആർക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടൂല. അപ്പോൾ അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ, ടെൻഷൻ വേജാറ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കുട്ടിക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമ്പോൾ, ഒരു കുട്ടി ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും റാങ്ക് ഉണ്ടല്ലോ, റാങ്ക് എൻറ്റയർലി മാറാൻ പോവാ. നാളത്തെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് എത്തുന്നതിന് മുന്നേ നിങ്ങളെ റാങ്ക് പരിശോധിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 റാങ്കിൻ്റെയൊക്കെ വ്യത്യാസം, അല്ലെങ്കിൽ ഒരു 50 റാങ്കിൻ്റെയൊക്കെ വ്യത്യാസം നിങ്ങളെ പഴയ റാങ്കുമായിട്ട് ഉണ്ടാവും. കാരണം സംഭവം മറ്റൊന്നുമല്ല, നിങ്ങളിപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പല കുട്ടികളും, ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ A എന്ന് പറയുന്ന സ്കൂളുണ്ട്, B എന്ന സ്കൂളുണ്ട്, C എന്ന സ്കൂളുണ്ട്. ഓക്കെ, ഈ കുട്ടിക്ക് ഫുൾ A+ ഉള്ള കുട്ടിയാണ്. ഈ കുട്ടി 3 സ്കൂളും കൊടുത്തിന്. അപ്പോൾ 3 സ്കൂളിലും കുട്ടിൻ്റെ റാങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, എന്നാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ആ കുട്ടി ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ A എന്ന സ്കൂളിലെ കുട്ടി അഡ്മിഷൻ എടുത്ത്, എന്നാൽ B എന്നും C എന്ന കുട്ടി പുറത്തായില്ലേ, കുട്ടി അതിലെ ലിസ്റ്റിലേ ഇല്ല. അപ്പോൾ റാങ്ക് എന്ത് ചെയ്യും? ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യും? ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ അവർ അഡ്മിഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? പെർമനന്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ റാങ്ക് ഒക്കെ മാറും. അപ്പോൾ നിങ്ങൾ
ക്ഷമയോടുകൂടി കാത്തിരിക്കുക. കിട്ടില്ല എന്ന് വിചാരിച്ച് ബേജാറൊന്നാവണ്ട, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ഒരു എന്താണ് യഥാർത്ഥ അലോട്ട്മെന്റ് ആണ്. ഇത്തരം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മൈൻഡ് ചെയ്യാതെ നിൽക്കാന്നുള്ളവരുണ്ടല്ലോ, അത് ചെയ്യരുത്. ഏത് സ്കൂളാണോ കിട്ടിയത് അത് ഇഷ്ടമുള്ളതോ അതൊന്നും വിഷയമല്ല. അവിടെ നിങ്ങൾ ടെമ്പററി പോയി ജോയിൻ ചെയ്യുക. ഇഷ്ടമില്ല സ്കൂൾ, നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളാണെങ്കിൽ അവിടെ പെർമനന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇതാണ് ആദ്യവും അവസാനമായും ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം എഡിറ്റ് വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ടാവും എന്നുള്ളത് അപ്ഡേറ്റ്സ് വരുമ്പോൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അഡ്മിഷന് വേണ്ട കാര്യങ്ങൾ എന്താക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റാക്കി വെക്കുക. ഫീസ് എനിക്ക് തോന്നുന്നു നിങ്ങൾ പെർമനന്റ് ജോയിൻ ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ ഫീസ് അടച്ചാൽ മതി. ഇപ്പോൾ ടെമ്പററി എന്തോ ചെറിയ പൈസ മാത്രം എന്തോ അടയ്ക്കാനുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മിസ്റ്റേക്ക് ആവർത്തിക്കാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ് നിങ്ങൾ പുറത്തായി. ഓക്കെ, കൂടുതലും നമ്മൾ എഡ്യൂപോയിൻ്റെ ഒരു ഡൗട്ട് ക്ലിയൻസ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ ഡൗട്ട് ക്ലിയൻസ് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കൂടുതലായി ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിർബന്ധം സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ കൊടുക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആൻഡ് നാളത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്കൂളിൽ നിങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.